ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ +1 അലോട്ട്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ അലോട്ട്മെൻറ്റിൻ്റെ ഒക്കെ തുടങ്ങി ഇന്നലെ വൈകുന്നേരം മുതലായിരുന്നു. ആൻഡ് ഐ തിങ്ക് സോ 20 or 21 വരെ എന്തോ ആണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അലോട്ട്മെൻറ്റിനെ കുറിച്ച് ആദ്യം ഞാൻ പറയാം. ഞാൻ അലോട്ട്മെൻറ്റിനെ കുറിച്ച് ആദ്യം പറയാം. എന്നിട്ട് ഞാൻ നമ്മൾ സ്വന്തമായിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ലൈവായിട്ട് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബേസ് തൊട്ട് പറയാം. അലോട്ട്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ +1 SSLC റിസൾട്ട് വന്നു കഴിഞ്ഞ് +1ലേക്ക് ഒരു കുട്ടിക്ക് ഒരു സ്കൂളിലേക്ക് അത് ഇന്ന വിഷയത്തിനേക്കുള്ള സീറ്റ് കിട്ടിയോ ഇല്ലേ അതിനെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പ്രോസസ്സ് ഈസ് കംപ്ലീറ്റ്ലി ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ്. അതിനിടയിൽ ആരും ചെന്ന് ഒന്നും ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റില്ല. ഈ പ്രോസസ്സ് നമ്മുടെ കുറേ ഇൻഫോർമേഷൻ നമ്മൾ കൊടുക്കും. അതിൻ്റെ എല്ലാം ബേസിസിൽ മാർക്കുകൾ കൂട്ടിയിട്ട് ഏത് സ്കൂളിലാണോ നമുക്ക് അഡ്മിഷൻ കിട്ടേണ്ടത് ആ സ്കൂളിലേക്ക് നമുക്കൊരു സീറ്റ് തരുന്നതാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചു ക്ലബ് സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണോ അലോട്ട്മെൻറ്റിനെന്ന്. ഓരോ സർട്ടിഫിക്കറ്റും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഓരോ സർട്ടിഫിക്കറ്റിനും നമുക്ക് ഓരോ പോയിൻറ്റ്സ് കിട്ടും. അതിനാണ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്സ് കൊടുക്കുന്നത്. ക്ലബ് സർട്ടിഫിക്കറ്റും നെസസറി ആണ്. ബിക്കോസ് നമുക്കൊരു പോയിൻ്റ് കൂടിയാൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുകയല്ലേ. സോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് USSൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. USSൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ USS എഴുതിയ സ്കൂളിൽ പോയിട്ട് അത് അന്വേഷിച്ച് വാങ്ങിക്കണം. നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ ഉണ്ടെന്നും പറഞ്ഞ് യെസ് എന്ന് പറഞ്ഞ് കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ പ്രൂഫ് നമ്മൾ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം. നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോട്ടോ, അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ചെല്ലുന്ന സ്കൂളിൽ അത് ചോദിക്കും. നമ്മളിപ്പോൾ നമ്മുടെ ഈ കാൻഡിഡേറ്റ് ലോഗിനകത്ത് നമ്മൾ പറയുകയാണ് USS കിട്ടിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് ആ USS കിട്ടിയതിൻ്റെ സർട്ടിഫിക്കറ്റിന് നമുക്കൊരു മാർക്കുണ്ട്. അപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ ഒരു സ്കൂളിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കും USS സർട്ടിഫിക്കറ്റ് എവിടെ ആൻഡ് ക്ലബ് സർട്ടിഫിക്കറ്റ് എവിടെ. നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സ്കൂളിൽ ചോദിക്കും. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നമ്മൾ സ്കൂൾസ് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര സ്കൂൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ആദ്യം ഫസ്റ്റ് ഓപ്ഷനായിട്ട് നമ്മൾ വെക്കേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ പോകാൻ താല്പര്യമുള്ള, അതായത് നമുക്ക് ഒരു ടോപ്പ് പ്രയോറിറ്റി കാണുമല്ലോ. ഈ ഒരു സ്കൂളിലാണ് എനിക്ക് പോകാനൊരു ആഗ്രഹം. ആ സ്കൂളിൽ കിട്ടിയില്ലെങ്കിൽ വേറെ സ്കൂളിൽ പോകാം. അങ്ങനത്തെ സ്കൂളല്ല, നമുക്ക് ഏറ്റവും ടോപ്പായിട്ട് ഈ സ്കൂളിൽ പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയുള്ള സ്കൂൾ വേണം ഫസ്റ്റ് ഓപ്ഷനായിട്ട് എപ്പോഴും വെക്കാൻ. കാരണമുണ്ട്, അങ്ങനെ പറയാനും കാരണമുണ്ട്. കാരണം നമുക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഒക്കെ വരുമ്പോൾ ട്രയൽ കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് വരിക. ഞാൻ പറയാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ വെച്ച സ്കൂളിലാണ് നമുക്ക് അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് എങ്കിൽ ആ സ്കൂളിൽ തന്നെ നമ്മൾ അഡ്മിഷൻ എടുത്തേ പറ്റൂ. നമുക്കല്ലാതെ സ്കൂൾ മാറ്റാൻ പറ്റില്ല. അപ്പോൾ ആ സ്കൂളിൽ അഡ്മിഷൻ എടുക്കില്ലെങ്കിൽ പിന്നെ നമുക്ക് സീറ്റേ കിട്ടില്ല. അതാണ് ഫസ്റ്റ് വെക്കുന്ന ഓപ്ഷൻ. എപ്പോഴും നമുക്ക് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ഉള്ള സ്കൂൾ വേണം വെക്കാൻ. ഇനി അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഫസ്റ്റ് വെച്ച സ്കൂള് അല്ല പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വരുമല്ലോ. ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്കൂളിൻ്റെ ഓപ്ഷൻസ് മാറ്റി വെക്കാൻ പറ്റും. ഓക്കെ, എന്നാലും നമ്മൾ ആദ്യമേ എല്ലാം നല്ല കറക്റ്റായിട്ട് ചെയ്തു പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ട്രയൽ അലോട്ട്മെൻറ്റ് ടൈമിൽ നമുക്ക് നമ്മുടെ ഈ പ്രൊഫൈലൊന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സയൻസാണ് നമ്മളിപ്പം കൊടുത്തത് എങ്കിൽ സയൻസ് വേണ്ട, കൊമേഴ്സ് മതിയെങ്കിൽ അതൊക്കെ നമുക്ക് ആ സമയത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒരു സ്കൂളിൽ തന്നെ 2-3 കോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഞാൻ ഒരു സ്കൂൾ കൊടുത്തു. ആ സ്കൂളിൽ ഞാൻ സയൻസിന് അപ്ലൈ ചെയ്തു, ബയോസയൻസിനാണ് അപ്ലൈ ചെയ്തത്, ആൻഡ് കമ്പ്യൂട്ടർ സയൻസിനും അപ്ലൈ ചെയ്തു, ആൻഡ് കൊമേഴ്സിനും അപ്ലൈ ചെയ്തു. അതുപോലെ നമുക്ക് പല വിഷയങ്ങൾക്ക് നമുക്ക് ഒരു സ്കൂളിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ്. ആൻഡ് ഈ പറഞ്ഞത് മറക്കരുത്, നമുക്ക് ആദ്യം വെക്കുന്ന സ്കൂൾ നമുക്ക് ഏറ്റവും പോകാൻ താല്പര്യമുള്ള സ്കൂളായിരിക്കണം. ഇനി
ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. അതല്ലാതെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് തന്നെ ചെയ്യണം എന്നില്ല. നമ്മൾ നേരത്തെ 10ാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിലെ ടീച്ചറുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ സ്കൂളിലെ IT ലാബ് വഴി ആ ടീച്ചർ നമുക്ക് ചെയ്തു തരും. അല്ലെങ്കിൽ നമ്മൾ അക്ഷയ സെൻറ്ററിൽ പോവുക, അവിടെ നിന്ന് ചെയ്തു തരും. അല്ലാതെ നമുക്ക് വീട്ടിലിരുന്നും ചെയ്യാം. ഓക്കെ, ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ഫോണിൽ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. ആൻഡ് JRC SPC അതിനെല്ലാം ഗ്രേസ് മാർക്കുണ്ട്. അതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക, എങ്ങനെയാണ് സിംഗിൾ വിൻഡോ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുക എന്നുള്ള ഇതാണ് ഇനിയും കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മൾ ഗൂഗിളിൽ പോവുക, എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യുക www.hscap.kerala.government.in എന്ന് കൊടുക്കുക. അപ്പം നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. അപ്പം നമ്മളിവിടെ കൊടുക്കണം www.hscap.kerala.government.in ലോഗിൻ എന്ന് കൂടി കൊടുക്കുക. ഇങ്ങനെ അടിച്ചിട്ട് വന്നില്ലെങ്കിൽ ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഇൻ്റർഫേസ് വരും. അതിൽ ആദ്യം കിടക്കുന്ന എടുക്കുക, HSCAP ഗേറ്റ് ഗവൺമെൻറ് ഓഫ് കേരള. അതിൽ കയറുമ്പോൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS അതിൽ കയറുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതായത് ഞാൻ കൊടുക്കുന്ന ട്രിവാൻഡ്രമാണ്. ആൻഡ് ദെൻ അത് സബ്മിറ്റ് ചെയ്യുക. ദെൻ ഇവിടെ നമ്മുടെ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യണം. അവിടെ ഞാൻ എൻ്റെ ഇട്ടാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ SSLC സ്കീം സെലക്ട് ചെയ്യുക. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പം SSLC 2024-25 കൊടുക്കണം. ഞാനായതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് SSLC 2024-25 ഫസ്റ്റ് ഓപ്ഷനാണ്. ഓക്കെ, ദെൻ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ട്രയലിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ആൻഡ് കാൻഡിഡേറ്റ് നെയിം കൊടുക്കുക. DRS കാൻഡിഡേറ്റ് നെയിം ഇവിടെയും കൊടുക്കുക. DRS. ഓക്കെ, സെലക്ട് പാസ്സായ മന്ത് കൊടുക്കുക. അത് മാർച്ച്. ദെൻ പാസ്സായ ഇയർ കൊടുക്കുക. നിങ്ങൾ 2025 ആണ്. ഓക്കെ, ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ദെൻ മൊബൈൽ നമ്പർ കൊടുക്കുക. ഓക്കെ, ആ മൊബൈൽ നമ്പർ ഇവിടെ കൺഫേം ചെയ്യുക. ഓക്കെ, ദെൻ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന മോഡ് സെലക്ട് ചെയ്യുക. നമ്മൾ വീട്ടിലിരുന്നാണ് ചെയ്യുന്നതെങ്കിൽ സെൽഫാണ്. ഓക്കെ, ദെൻ ഈ ക്യാപ്ച എൻ്റർ ചെയ്യുക. ദാറ്റ് ഈസ് 49480. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫിൽ ചെയ്യണം. എല്ലാം കറക്റ്റായിട്ട് ഫിൽ ചെയ്യണം. ദെൻ സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ. ഇത് നോക്കി വെക്കുക. ആൻഡ് ഇപ്പോൾ ഇതിൽ നമുക്കൊരു OTP വരും. സെൻഡ് OTP എന്ന് കൊടുക്കുമ്പോൾ ഒരു OTP നമ്മുടെ ഫോണിലേക്ക് വരും. ഈ നമ്പർ കൊടുത്ത ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ ചെയ്ത് കൊടുക്കുക. ദെൻ സബ്മിറ്റ് OTP കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇൻ്റർഫേസ് വരും, കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ ഇവർ തന്ന പാസ്വേഡ് തന്നെയാണ് ഇടുന്നത്. നിങ്ങൾ പക്ഷേ നിങ്ങളുടെ പാസ്വേഡ് വേണം ഇടാം. ഓക്കെ, എനിക്കിപ്പോൾ ആ പാസ്വേഡൊന്നും കിട്ടുന്നില്ല. അതാണ് ഞാൻ ഇടാത്തത്. അതുകൊണ്ട് ഇവർ സജസ്റ്റ് ചെയ്യുന്ന പാസ്വേഡാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് പാസ്വേഡ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. കാരണം അലോട്ട്മെൻറ്റ് വരുമ്പോൾ നമുക്ക് അഡ്മിഷൻ കിട്ടിയോ എന്നറിയാൻ നമുക്ക് ഈ പാസ്വേഡിൻ്റെ ആവശ്യമുണ്ട്. യൂസർ നെയിമിൻ്റെയും പാസ്വേഡിൻ്റെയും ഇത് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ്
കിടക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ ഉണ്ട്. ഇതാ 2501120382 ആസ് യൂസർ നെയിം. ഇതാണ് യൂസർ നെയിം ആൻഡ് മുമ്പേ നമ്മൾ കൊടുത്ത പാസ്വേഡാണ് പാസ്വേഡ്. അപ്പോൾ നമ്മളിനി കാൻഡിഡേറ്റ് ലോഗിനിലോട്ട് പോകുമ്പം ഈ ഒരു യൂസർ നെയിം നമുക്ക് അറിഞ്ഞിരിക്കണം. ഈ ഒരു യൂസർ നെയിം എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കണം. +1 അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഇതിൻ്റെ ആവശ്യം വരും. ഓക്കെ, അപ്പോൾ ഇനി കാൻഡിഡേറ്റ് ലോഗിനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തപ്പോൾ താഴെ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ കാണും. അല്ലെങ്കിൽ നമ്മൾ ബാക്ക് HSCAP ഗേറ്റ്വേയിൽ വന്നിട്ട് ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ ബ്ലൂ കളറിൽ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ നമ്മുടെ യൂസർ നെയിം മുമ്പേ കണ്ട യൂസർ നെയിം ഇവിടെ അടിച്ചു കൊടുക്കണം. ആ യൂസർ നെയിം എഴുതി വെക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് അടിച്ചു വെക്കണം. ഓക്കെ, ഓക്കെ, ആ യൂസർ നെയിം അടിച്ചു കൊടുക്കുക. ദെൻ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക, ദെൻ ലോഗിൻ ചെയ്യുക. ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ കൺഫർമേഷൻ വരും. അത് സെൻഡ് OTP കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത ഫോൺ നമ്പറിലോട്ടൊരു OTP വരും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ സബ്മിറ്റ് OTP കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ആപ്ലിക്കേഷൻ സബ്മിഷൻ നോട്ട് ഇനിഷ്യേറ്റഡ് എന്നും പറഞ്ഞ് അവിടെ താഴെ ലിങ്ക്സിൽ അപ്ലൈ ഓൺലൈൻ ഉണ്ടാവും, അവിടെ പോവുക. ആപ്ലിക്കേഷൻ നമ്പർ എപ്പോഴും ഓർത്തിരിക്കണം ആൻഡ് നമ്മുടെ ഇത് പാസ്വേഡും എപ്പോഴും ഓർത്തിരിക്കണം, എവിടെയെങ്കിലും എഴുതി വെക്കുക. ഓക്കെ, ദെൻ അങ്ങോട്ട് പോവുക. അതിൽ പോയി കഴിയുമ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ +1 അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. അപ്പം നമ്മൾ SSLC പാസ്സായത് സ്കൂൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, ദെൻ ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡീറ്റെയിൽസ് നമ്മുടെ എന്താണ് ബോർഡ് എക്സാമിൽ പാസ്സായിട്ടുണ്ടോ, ഉണ്ട്, എത്ര ചാൻസിൽ പാസ്സായി നമ്മളൊക്കെ ഒന്ന് കൊടുത്താൽ മതി. ദെൻ ഗ്രേസ് മാർക്ക് ഡീറ്റെയിൽസ്, ഗ്രേസ് മാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ യെസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ദെൻ താഴോട്ട് വരുമ്പോൾ നമ്മുടെ പേര് ഇവിടെ ഉണ്ട്, നമ്മുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. കാസ്റ്റ് ഇവിടെ കൊടുക്കുക, കമ്മ്യൂണിറ്റി കൊടുക്കുക, ഈഴവയാണോ ആൻഡ് SC/ST ആണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ദെൻ റിലീജിയൻ കൊടുക്കുക, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെ കൊടുക്കുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി ഉണ്ട്, ഫാദേഴ്സ് നെയിം ഫുൾ നെയിം കൊടുക്കുക, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ കൊടുക്കുക, അതാണ് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ കൊടുത്തിരിക്കുന്നത്. ദെൻ മദേഴ്സ് നെയിം കൊടുക്കുക, പിന്നെ ഇതിൽ ആരെങ്കിലും ഒരാളുടെ നെയിം ഗാർഡിയനായിട്ട് കൊടുക്കുക. ദെൻ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുക, ഒന്നെങ്കിൽ ആധാർ നമ്പർ അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പർ, ആധാർ നമ്പർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ദെൻ താഴോട്ട് വരുമ്പം അതർ ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ എന്താണ് മൈനോറിറ്റി അങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒരു നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടോ അങ്ങനത്തെ ഇതൊക്കെയാണ് ഇവിടെ. ഇതിലധികം നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ. ദെൻ റെസിഡൻസ് ഡീറ്റെയിൽ ആണ് നമ്മൾ താമസിക്കുന്ന സ്റ്റേറ്റ്, താമസിക്കുന്ന ഡിസ്ട്രിക്റ്റ്, താമസിക്കുന്ന താലൂക്ക്, താമസിക്കുന്ന ലോക്കൽ ബോഡി, അത് അത്രയും സെലക്ട് ചെയ്യുക. ഓക്കെ, ദെൻ താഴോട്ട് വരുമ്പം കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആണ്, നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സ് കൊടുക്കുക, ടെമ്പററി അല്ല. നമ്മളിപ്പോൾ വാടക വീട്, ലീസ് അങ്ങനെയൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ ആ അഡ്രസ്സല്ല ഇവിടെ കൊടുക്കേണ്ടത്, നമ്മുടെ സ്വന്തമായിട്ടൊരു അഡ്രസ്സ് വേണം ഇവിടെ കൊടുക്കാൻ. ദെൻ പിൻകോഡ്, ആ പെർമനൻ്റ് അഡ്രസ്സിൻ്റെ പിൻകോഡ് കൊടുക്കുക. ദെൻ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ്, നമ്മൾ റെൻറ്റിനാണോ ലീസിനാണോ അങ്ങനെ താമസിക്കുന്ന വീട്ടിൻ്റെയൊക്കെ അഡ്രസ്സ് ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അതിൻ്റെ പിൻകോഡൊക്കെ കൊടുക്കുക. ദെൻ നിങ്ങളൊരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ആ ഇമെയിലിലോട്ട് വരും ആൻഡ് ആ ഇമെയിൽ ID കൊടുക്കുക. ദെൻ മുകളിലോട്ട് വരുമ്പോൾ ബോണസ് പോയിന്റ് ഡീറ്റെയിൽസ്, NCC, സ്കൗട്ട്, ഗൈഡ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ. ഇനി നമ്മൾ താഴെ ഇവിടെ ഒരു ഫൈനൽ സബ്മിഷൻ കാണും, അത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ പോവും. ഞാൻ പിന്നെയും എടുത്ത് പറയുകയാണ്, യൂസർ നെയിമും പാസ്വേഡും ഒരിക്കലും മറക്കരുത്. ഇനിയും ട്രയൽ അലോട്ട്മെൻ്റ് ഒക്കെ വരുമ്പോൾ ഈ യൂസർ നെയിമും പാസ്വേഡും അടിച്ച് കയറിയാലേ നമുക്ക്
നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ആൻഡ് USSൻ്റെ സർട്ടിഫിക്കറ്റ്, ക്ലബ് സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി വാങ്ങിക്കുക. ആൻഡ് ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് തന്നെ ചെയ്യുക. ആൻഡ് തന്നെ ചെയ്യാൻ പേടിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നേരത്തെ SSLC പഠിച്ച സ്കൂളിലെ സാറുമായിട്ട് പറയാം. അപ്പോൾ സാറ് നമ്മുടെ IT ലാബിൽ കൊണ്ടുപോയി ചെയ്തു തരും, അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിൽ കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും അതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓരോ നമ്മൾ കൊടുക്കുന്നതിനും ഓരോ പോയിൻ്റാണ് വരിക. ആൻഡ് ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജിൽ നമ്മുടെ ഗ്രേഡ് വരും, ഗ്രേഡ് ഓപ്ഷനൊക്കെ വരും. അവിടെ നമ്മൾ ഫുൾ A+ ആണെങ്കിൽ ഫുൾ A+ കൊടുക്കുക, അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി +1 ആയി കഴിഞ്ഞാണല്ലോ. സോ അതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. നേരത്തെ ഫൈനൽ സബ്മിഷൻ കൊടുക്കുമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്കൂൾ കോഡ്, കോഴ്സൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോഡ്, നമ്മൾ സ്കൂൾ ഏത് കോഡ് വേണം അത് നോക്കി വെക്കുക. എന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കേണ്ടത് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി സ്കൂളാണ്. ആൻഡ് ആ കോഴ്സ്, ഏത് കോഴ്സാണ് അവിടെ വേണ്ടത് അത് കൂടി കൊടുക്കുക. അങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇതിനകത്തോട്ട് അങ്ങനെ പോകാൻ പറ്റില്ല, കാരണം ഓൾറെഡി എൻ്റെ അഡ്മിഷൻ കഴിഞ്ഞല്ലേ. അതാണ് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ കമൻറ്റിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്തെങ്കിലും വേണമെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.